5 കുരുന്നുകൾക്ക് അവയവം ദാനം ചെയ്യപ്പെടുന്ന ഒരു വലിയ കർമ്മത്തിന് കാരണക്കാരി കൂടിയാണ് ആലിൻ ഷെറിൻ. തൻ്റെ ജീവിതം നഷ്ടമായ ആ 10 വയസ്സുകാരിയെ എന്തായാലും ആ കുടുംബം ആ ജീവന് നൽകുന്ന വില അത് എല്ലാ കാലത്തും ഓർമ്മിക്കപ്പെടുന്ന ഒരു അവയവദാനത്തിൻ്റെ വലിയ മഹത്തായ മാതൃകയാണ്. ആലിൻ്റെ മൃതദേഹം സംസ്കരിക്കപ്പെടുന്ന ചടങ്ങ് അത് സംസ്ഥാനത്തിൻ്റെ ആകെ ഒരു ദുഃഖമായി മാറുന്നതുകൊണ്ട് തന്നെയാണ് ഗാർഡ് ഓഫ് ഓണർ നൽകി തന്നെ ആ സംസ്കാര ചടങ്ങുകൾ നടത്താൻ സംസ്ഥാനം തീരുമാനിച്ചത്. മുഖ്യമന്ത്രി അത് പറയുകയും പിന്നീട് അത് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ഗാർഡ് ഓഫ് ഓണർ നൽകാനുള്ള നടപടിക്രമങ്ങളിലേക്ക് പോവുകയാണ്. എന്തായാലും അതിനുശേഷമാണ് സംസ്കാരം. സംസ്ഥാനത്തിൻ്റെ ബഹുമതിയോടെയാണ് ആലിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. പത്തനംതിട്ടയിലുണ്ടായ വാഹനാപകടത്തിലാണ് മസ്തിഷ്ക മരണം സംഭവിച്ചത്. ഫെബ്രുവരി 5-ാം തീയതി സംഭവിച്ച ഒരു വാഹനാപകടം. അതിനുശേഷം ജീവൻ രക്ഷിക്കാനുള്ള പല ശ്രമങ്ങൾ പല ആശുപത്രികളിലായി നടത്തി. ഏറ്റവും ഒടുവിൽ അത് നടക്കില്ല എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം, മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചതിന് ശേഷം അവയവം ദാനം ചെയ്യാൻ ആ കുടുംബം തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ കൂടുതൽ കുട്ടികൾക്ക് 5 കുട്ടികളിലേക്കാണ് ആലിൻ്റെ വിവിധ അവയവങ്ങൾ ദാനം ചെയ്യപ്പെടുന്നത്. അതിൻ്റെ ശസ്ത്രക്രിയകൾ ഒന്നൊന്നായി ആശുപത്രികളിലും അതിൻ്റെ സജ്ജീകരണങ്ങൾ 2 ശസ്ത്രക്രിയ പൂർത്തിയായി. മറ്റ് നടപടിക്രമങ്ങളും ആ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് ഇന്ന് ഒരുപാട് ആളുകൾ, നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, നേരിട്ട് ഈ കുടുംബവുമായി ബന്ധം ഇല്ലാത്ത ആളുകൾ, നേരിട്ട് ഈ കുടുംബത്തെ അറിയാത്ത ആളുകൾ, വിവിധ തുറകളിലുള്ള ആളുകൾ ഈ മഹത്തായ മാതൃക അറിഞ്ഞു തന്നെ ആ മാലാഖ കുഞ്ഞിനെ യാത്രയാക്കാൻ അവസാനമായി ഒരു നോക്ക് കാണാൻ ആ വീട്ടിലേക്ക് ആദ്യം എത്തി. ഇപ്പോൾ പള്ളിയിലെ അവസാന ചടങ്ങുകളിലേക്കും എത്തിച്ചേരാൻ നിരവധി ആളുകളാണ് ഈ നിമിഷവും അവിടേക്ക് ഒഴുകിയെത്തുന്നത്. സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ബഹുമതി തന്നെ ആ കുരുന്നിന് നൽകുകയാണ്. ആലിൻ ഷെറിൻ എബ്രഹാം എന്നും ഈ നാടിന് ഓർമ്മിക്കപ്പെടുന്ന ഒരാളായി തന്നെ തീരും. 10 മാസം പ്രായമുള്ള ഒരു കുഞ്ഞ് ഗാർഡ് ഓഫ് ഓണർ.
എന്ത് കഷ്ടമാണ്. ബാക്കി